ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരെ കഥയാണ്? ഒരു മരം വെട്ടുകാരൻ്റെ കഥയാണ്. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പുഴയുടെ അരികിൽ നിന്ന് മരം വെട്ടുകയായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അയാൾ നന്നായി വിയർത്തിരുന്നു. ഓരോ വെട്ടും കഴിയുമ്പോഴും അയാൾ നെറ്റിയിലെ വിയർപ്പ് കൈകൊണ്ട് തുടച്ചു. അപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? അയാൾ ശക്തിയായി ഒരു വെട്ടിയതും കയ്യിലിരുന്ന കോടാലി തെറിച്ചു പോയി പുഴയിലോട്ട് വീണു. എവിടേക്കാണ് കോടാലി വീണത്? പുഴയിലോട്ട് കോടാലി വീണു. അയ്യോ! അയാൾ അറിയാതെ ഉറക്കെ വിളിച്ചു പോയി. കോടാലി പുഴയിലെ ആഴമുള്ള ഭാഗത്തേക്കാണ് വീണത്. അയാൾ പരിഭ്രാന്തനായി കരയിലിരുന്ന് പുഴയിലേക്ക് നോക്കി. നീന്താൻ അറിയാത്തത് കൊണ്ട് അവനത് എടുക്കാൻ പോകാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഉപജീവന മാർഗമായിരുന്നു ആ കോടാലി. അത് നഷ്ടപ്പെട്ടതിൽ അവന് ദുഃഖം വന്നു. കണ്ണുനീർ അവൻ്റെ കവിളിലൂടെ ഒഴുകി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പുഴയിൽ നിന്ന് ഒരു വെളിച്ചം ഉയർന്നു വന്നു. എന്താണത്? ആരാണ്? അതൊരു മനുഷ്യനായിരുന്നു. അതിൽ നിന്ന് ഒരാൾ പൊങ്ങി വന്നു. അയാൾക്ക് നല്ല നീണ്ട താടിയും തിളങ്ങുന്ന കണ്ണുകളും ഉണ്ടായിരുന്നു. എന്താണ് മോനെ നിന്റെ ദുഃഖം? അദ്ദേഹം ശാന്തമായി ചോദിച്ചു. ആ മരം വെട്ടുകാരൻ കരഞ്ഞുകൊണ്ട് തൻ്റെ കോടാലി പുഴയിൽ വീണ കഥ പറഞ്ഞു. അപ്പോൾ ആഗതൻ പുഴയിലേക്ക് ഊളിയിട്ടിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തുമായിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത്? എന്ത് കോടാലിയാണ്? സ്വർണ്ണ കോടാലിയുമായി അദ്ദേഹം തിരികെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? മനുഷ്യൻ ആ കോടാലിയിലേക്ക് നോക്കി. അത് നല്ല ഭംഗിയുള്ള സ്വർണ്ണ കോടാലിയായിരുന്നു. പക്ഷേ അത് തൻ്റേതല്ല എന്ന് അവനറിയാമായിരുന്നു. ഇതല്ല എൻ്റെ കോടാലി, അയാൾ വിനയത്തോടെ പറഞ്ഞു. അപ്പോൾ ആഗതൻ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങി. ഇത്തവണ അദ്ദേഹം ഒരു വെള്ളിക്കോടാലിയുമായിട്ടാണ് വന്നത്. ഇതാണോ നിന്റെ കോടാലി? അദ്ദേഹം വീണ്ടും ആ മരം വെട്ടുകാരനോട് ചോദിച്ചു. വെള്ളിക്കോടാലിയും മനോഹരമായിരുന്നു, പക്ഷേ അതും തൻ്റേതല്ല എന്ന് ആ മരം വെട്ടുകാരൻ പറഞ്ഞു. എന്നിട്ട് മൂന്നാമതും ആഗതൻ പുഴയിലേക്ക് ഇറങ്ങി. ഇത്തവണ അദ്ദേഹം കൊണ്ടുവന്നത് ആ മരം വെട്ടുകാരൻ്റെ സ്വന്തം ഇരുമ്പിൻ കോടാലിയായിരുന്നു. ആ നഷ്ടപ്പെട്ടു പോയ കോടാലി തന്നെ ആയിരുന്നു. അത് കണ്ടതും ആ മരം വെട്ടുകാരന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഇതാണ് എൻ്റെ കോടാലി, അവൻ ആവേശത്തോടെ പറഞ്ഞു. ആഗതൻ പുഞ്ചിരിച്ചുകൊണ്ട് 3 കോടാലികളും അവന് കൊടുത്തു. നിന്റെ സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഈ 3 കോടാലികളും നിനക്ക് തരുന്നത്, അദ്ദേഹം പറഞ്ഞു. മനുഷ്യൻ സന്തോഷത്തോടെ, ഒരു മരം വെട്ടുകാരൻ സന്തോഷത്തോടെ കോടാലികൾ വാങ്ങി നന്ദി പറഞ്ഞു. അന്നു മുതൽ അവൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും സത്യസന്ധതയോടെ ജീവിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും സത്യം മാത്രം പറയണമെന്നുള്ളതാണ് ഈ കഥയിൽ പറയുന്നത്. നമ്മളെല്ലാവരും സത്യം പറയണം. താങ്ക് യു കൂട്ടുകാരെ.